ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരസിച്ചതിൽ പങ്കില്ലെന്നും ചെയ്യാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്നും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുക ഒരു മഹത് പ്രവൃത്തിയാണ്. ബുദ്ധനും ക്രിസ്തുവുമാണ് തന്റെ മാതൃകയെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ജെയ്സൺ ചമ്മോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഒടുവിൽ കെ സച്ചിദാനന്ദൻ ഈ രണ്ട് വിവാദങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണോ? തീർച്ചയായും അരുൺകുമാർ, ഈ വൈകി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നമുക്ക് ആദ്യം പറയേണ്ടി വരും. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെയും വിവാദം ഏതാണ്ട് കെട്ടടങ്ങി എന്ന സ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ കവി കെ സച്ചിദാനന്ദൻ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. ഇതിൽ പരോക്ഷമായ വിമർശനം ഇരുവർക്കും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒരു ഓഫീസിലെ ജീവനക്കാരിക്ക് സംഭവിച്ച ഒരു കൈപ്പിഴവ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, ഒരു യാന്ത്രികമായ ഒരു ഉദ്യോഗസ്ഥ വാങ്ങിച്ച ഒരു ഗാനം അത് ശരിയായ രീതിയിൽ തന്നെ നിരസിക്കപ്പെട്ടു. ഇത് പറയുന്നത് ശ്രീകുമാരൻ തമ്പിയെ ഉദ്ദേശിച്ചാണ്. ഇത്തരത്തിൽ രണ്ടുപേരെയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, താൻ ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും താൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ആ കുറ്റം ഏറ്റെടുക്കുന്നു. അതിന് തന്നെ പ്രേരിപ്പിക്കുന്നത് സെൻ ബുദ്ധിസവും അതുപോലെ തന്നെ ക്രിസ്തുവും ബൈബിളും ഒക്കെയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു, തനിക്കൊരു കുറ്റവും ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ശ്രീകുമാരൻ തമ്പിയെയും അദ്ദേഹം വിമർശിക്കുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അരുൺകുമാർ, ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ട കേരളഗാന വിവാദത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. ഫേസ്ബുക്ക് പോസ്റ്റ്.